ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡിന്റെ അവസാനം ഒരു സംഭവം കാണിക്കുന്നുണ്ട്. നെവിൻ പോയി ആര്യന്റെ ബെഡിൽ കിടക്കുന്നു. ഫൺ രീതിയിൽ നെവിൻ ഒരു കാര്യം ചെയ്യുന്നതാണ്. ആര്യൻ നെവിനെ എണീപ്പിച്ച് വിടുന്നുണ്ട്. കണ്ടിട്ട് റെന ഒരു ഫൺ കാണിക്കാനായിട്ട് ആര്യനെ വട്ടാക്കാനായിട്ടാണ് അപ്പോൾ പോയി ആര്യന്റെ ബെഡിൽ കിടക്കുന്നു. ആര്യൻ അവിടെ ഓൾറെഡി ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് റെന ഈ ഫൺ കാണിക്കുന്നത്. അപ്പൊ ആര്യൻ കയറി റെനയുടെ മുകളിൽ കിടക്കുന്നു. അപ്പോൾ റെന എന്നിട്ട് എണീറ്റ് പോകുന്നുണ്ട്. റെനയ്ക്ക് ഒരു എന്താ പറയുക ഇൻസെക്യൂർ ഫീലിംഗ് അവിടെ ഫീൽ ആയെന്നാണ് പറയുന്നത്. ഒരു ഡിസ്റ്റർബിങ് രീതിയിൽ എനിക്ക് തോന്നിയെന്നാണ് പറയുന്നത്. കാരണം ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരു കൊച്ചാണ് റെന. ഈ ഒരു കഴിഞ്ഞ സീസണിലെ കാര്യങ്ങളും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു സംഭവം റെനെ ഒരുപാട് എനിക്ക് തോന്നുന്ന ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു, ഇൻസെക്യൂർ ആക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഇപ്പൊ റെന വന്ന ഒരു സിറ്റുവേഷൻസും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി. അപ്പോ ഈ ഒരു വിഷയം രാവിലെ ആദില നൂറയുടെ അടുത്ത് ഇന്നലെ തന്നെ ഇത് ബിന്നിയുടെ അടുത്ത് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ആദില നൂറയുടെ അടുത്ത് പറയുന്നു. ആദില നൂറ ഇത് ഷാനവാസിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് ഇത് ചോദ്യം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ, ഇത് വലിയ ഇഷ്യൂ ആക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇതൊരു ഈ ഒരു ഇഷ്യൂ ട്രാവലായി ഇത് അക്ബർ, ആര്യൻ ഇവരുടെയൊക്കെ അടുത്ത് എത്തുന്നുണ്ട്. ഇത് റെന തന്നെയാണെന്ന് തോന്നുന്നു പോയി ആര്യന്റെ അടുത്ത് പറയുന്നുണ്ട് വാഷ്റൂം ഏരിയയിൽ വെച്ചിട്ട്. അപ്പൊ ആര്യൻ അവിടെ റിയാക്ട് ചെയ്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വൃത്തികെട്ട രീതിയിലാണ് ആര്യൻ റിയാക്ട് ചെയ്തത്. നീ എന്താ മസ്താനിക്ക് പിടിക്കുവാണോ എന്നൊക്കെ ചോദിച്ച് റെനയെ ഫയർ ചെയ്യുന്നുണ്ട്. റെനയുടെ ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് റെന പോയി പറഞ്ഞതാണ്. അപ്പോ ആര്യൻ അവിടെ റിയാക്ട് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഓക്കെ നിനക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണം, നമുക്ക് പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാം എന്നുള്ളൊരു കാര്യമാണ് ആര്യൻ പറയേണ്ടിയിരുന്നത്. ആര്യൻ അവിടെ ഭയങ്കര രീതിയിൽ റിയാക്ട് ചെയ്യുവാണ്. നീ മസ്താനിക്ക് പഠിക്കുന്നു, നീ മസ്താനിയെ പോലെ ഗെയിം കളിക്കുന്നു, എന്ത് മസ്താനിയെ പോലെ ഗെയിം കളിക്കുന്നു എന്ന് മാറിയിരുന്നിട്ടാണ് പറയുന്നത് കേട്ടോ. റെനയുടെ അടുത്ത് നിന്നിട്ടല്ല പറയുന്നത്. അക്ബറിന്റെയും ആര്യന്റെ ആ ഒരു ടീമുകൾ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ആര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം റെനയുടെ കൂടെ ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിച്ചപ്പോൾ റെന ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്കിവിടെ മനഃപൂർവ്വം ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യണം, ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തൊരു സംഭവം പുറത്തേക്ക് എത്തിക്കണ്ടേ, ചെറിയ പ്രശ്നങ്ങൾ മതിയോ എന്നുള്ള രീതിയിലൊക്കെ റെന ചോദിച്ചതായിട്ട് ആര്യം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഇവർ തമ്മിൽ നടന്നതെന്നുള്ള രീതിയിൽ അത് തന്നെ ഒരു ഫോൾസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഒരു ഡിസ്കഷൻ ഞാൻ കണ്ടിട്ടില്ല ലൈവിനകത്ത്. ഞാൻ കണ്ടിടത്തോളം കണ്ടിട്ടേ ഇല്ല. നമ്മൾ അത്രയും ലൈവ് ഫോളോ ചെയ്യുന്നവരാണ്. കണ്ടില്ലെങ്കിൽ പോലും റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന് കാണുന്ന അങ്ങനെയുള്ള ആളുകളാണ് നമ്മൾ. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഞാൻ എവിടെയും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ആര്യൻ ഇത് വെറുതെ അടിച്ചു വിടുന്നതാണ്. എന്ന് വെച്ചാൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചു വിടുന്നതാണ്. ഇങ്ങനെ ഒരു അലിഗേഷൻ ആര്യന് നേരെ വന്നപ്പോൾ ആര്യൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തതായപ്പോൾ ഇങ്ങനെ ഒരു അലിഗേഷൻ അടിച്ചു വിടുന്നതാണ്. എന്തായാലും ആര്യൻ ചെയ്ത തെറ്റെന്ന് വലിയൊരു മിസ്റ്റേക്കാണ് ആര്യൻ ചെയ്തത്. എന്ത് കാര്യത്തിനാണ്? ഒന്നാമത് അതൊരു കൊച്ചുകുട്ടിയാണ്. അത് നമ്മൾ ആ രീതിയിൽ വേണം കാണാനായിട്ട്. ഒരു 19 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഒരു മെച്യൂരിറ്റി, അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഇൻസെക്യൂരിറ്റീസ് ഒക്കെയാണ് ആ കൊച്ചവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ആര്യൻ എന്തിനാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ പെരുമാറിയ രീതി തന്നെ വളരെ തെറ്റാണ്, റിയാക്ട് ചെയ്ത രീതി. പിന്നെ ആര്യയിലും ഒരു പെങ്കൊച്ചിന്റെ ബോളിൽ ഇങ്ങനെ കയറി കിടക്കുമോ? എന്ത് ഫണ്ടിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞാലും ആ ഒരു കൊച്ചവിടെ ഫണ്ട് രീതിയിലായിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിച്ചതാണ്. നെവിനെ പോലെയൊക്കെ ഒരു ഫണ്ട് രീതിയിലാക്കാനായിട്ട് നോക്കിയതാണ്. അപ്പൊ ആര്യൻ ഉടനെ കയറി റെനയുടെ മണ്ടയ്ക്ക് കിടന്ന ആ ഒരു സംഭവം അത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ആവശ്യമാണ് അങ്ങനെയുള്ള ചെയ്യാനുള്ള ഒരു ഒഡാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മള് അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ക്യാമറകളും ഒക്കെ ഉള്ള ഒരു വീടിനകത്ത് ആര്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു. ഞാൻ സദാചാരം പറയുമൊന്നുമല്ല, പക്ഷെ എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അവിടെ? ഓക്കെ മേ ബി എന്താ പറയാ ആര്യൻ ഓർത്ത് കാണും, അവളെ ഓടിച്ചു വിടാൻ ഇങ്ങനെ ഞാൻ ചെയ്യണമായിരിക്കും എന്ന് ഓർത്ത് കാണും. എണീപ്പിച്ച് വിട്ടാ പോയെ റെനെ പോയി അപ്പുറത്ത് മാറി കിടക്കടി എന്ന് പറഞ്ഞാൽ പോരെ. അത് ചെയ്യുന്നതിന് പകരം ഉടനെ കയറി അങ്ങ് ചാടി അങ്ങ് മേളിൽ കിടന്നേക്കുക അല്ല. ഇത് എപ്പിസോഡിനകത്ത് ഇവര് ടെലികാസ്റ്റ് ചെയ്തെന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത് കൊണ്ട് ഇന്നലെ തന്നെ ഇവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പിസോഡിനകത്ത്. അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായില്ല ഇന്നലെ. എല്ലാവരും നമ്മൾ ഉറപ്പായിട്ടും നമ്മളിത് വെച്ചിട്ട് ചെയ്താന്. അപ്പോ എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഇന്നിങ്ങനെ ഒരു ഫൈറ്റ് നടന്നപ്പോഴാണ് കാര്യങ്ങളെ പറ്റി കൂടുതൽ ഒരു ഐഡിയ കിട്ടിയത്. എനിക്ക് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ മാത്രം ആര്യൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒനീലിന് നേരെ മസ്താനി ആരോപിച്ച ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അവിടെ ഒനീലിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ആര്യന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ട്. ആര്യൻ ഒരു എന്താ പറയാ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണെന്ന് നോക്കാതെ അങ്ങനെ പോയി മണ്ടയ്ക്ക് കയറി ഇരുന്നു അല്ലെങ്കിൽ കിടന്നു എന്നൊക്കെ പറയുന്നത് അതിൽ തന്നെ ആര്യന്റെ ഒരു അപ്ബ്രിങ്ങിങ്ങിൻ്റെതായ ഒരു മിസ്റ്റേക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് ഒട്ടും തന്നെ ഇത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഓവർ ആയിക്കൊണ്ടിരിക്കുകയാണ് ആര്യൻ. ആ പുതപ്പിനുള്ള കേസിൽ ആര്യന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു കേസിൽ ആര്യന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അത് റെന ഇന്ന് അവിടെ ആ ഹൗസിനകത്ത് കരയും കൂടി ചെയ്തു. അപ്പോ അത്രയും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആ കുട്ടിക്ക് ഉണ്ടായതുകൊണ്ടാണ് കരഞ്ഞത്. അത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ മാനിക്കണം. ഇത്
ഒരു സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. ഒരു ഫൺ രീതിയിൽ പോകേണ്ടിയിരുന്ന ഒരു കാര്യത്തെ ആര്യൻ ഇങ്ങനെ ചെയ്തതിലൂടെ ഗൗരവമേറിയ ഒരു വിഷയമാക്കുകയാണ് ചെയ്തത്.